Hello everyone, how are you all? I think all are fine. Today we are going to discuss about our third unit, food and its nutrients. ഭക്ഷണവും പോഷകങ്ങളും. Food is essential for all living beings. It sustains life and provides the nutrients needed for growth, energy and overall health. Different foods supply different nutrients, so eating a balanced diet is important for maintaining good health. ഇവിടെ പറയുന്നത് ഭക്ഷണം എല്ലാ ജീവികൾക്കും അനിവാര്യമാണ്. അതെന്തിനൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ജീവൻ നിലനിർത്തുകയും അതുപോലെ നമ്മുടെ വളർച്ചയ്ക്കും ഊർജത്തിനും നല്ല ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നൽകുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്ത പോഷകങ്ങളുള്ളതിനാൽ സന്തുലിതമായിട്ടുള്ള ഒരു ആഹാരം വളരെ പ്രധാനമാണ്. നമ്മൾ കഴിക്കൽ വളരെ പ്രധാനമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിന് ശക്തിയും ആരോഗ്യവും നൽകുന്നത്. എല്ലാ തരം പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. ഫങ്ഷൻസ് ഓഫ് ഫുഡ് പ്രൊവൈഡ്സ് എനർജി ഫോർ വർക്ക് ആൻഡ് ഡെയിലി ആക്ടിവിറ്റീസ്. അതായത് നമ്മുടെ ഡെയിലിയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഊർജം നൽകുന്നു. ദെൻ പ്രൊമോട്ട്സ് ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് ബോഡി ടിഷ്യൂസ്. അതായത് നമ്മുടെ ശരീര വളർച്ചയ്ക്കും കോശങ്ങളുടെ കലകളുടെയൊക്കെ പുനർനിർമ്മാണവും നടത്തുന്നു. നെക്സ്റ്റ് വൺ, ബിൽഡ്സ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽപ്പ് ഫൈറ്റ് ഡിസീസസ്. അതായത് നമുക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ നമുക്ക് രോഗങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള ഒരു പ്രതിരോധശേഷി നമുക്ക് വർദ്ധിപ്പിക്കുന്നു. നെക്സ്റ്റ് വൺ, റെഗുലേറ്റ്സ് ബോഡി ഫങ്ഷൻസ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു. നെക്സ്റ്റ് വൺ, സാറ്റിസ്ഫൈസ് ഹങ്കർ ആൻഡ് മെയിൻറ്റെയിൻസ് വെൽബീയിങ്. നമുക്ക് വിശപ്പ് മാറ്റിയിട്ട് ആരോഗ്യം നിലനിർത്തുന്നു. ഇത്രയുമാണ് ഫങ്ഷൻസ് ഓഫ് ഫുഡ്, അതായത് ഭക്ഷണത്തിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ന്യൂട്രീഷണൽ സയൻസ്. Nutritional science studies how the food we eat affects our bodies. Foods contains various chemical substances called nutrients, which are essential for health. Each nutrient has a specific role in maintaining and supporting body functions. ന്യൂട്രീഷണൽ സയൻസ് എന്നാൽ പോഷകശാസ്ത്രം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് ന്യൂട്രീഷണൽ സയൻസ്. അതായത് ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂട്രിയൻസ്, അതായത് പോഷകങ്ങൾ എന്ന് പറയുന്നത്. ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള ഓരോ ന്യൂട്രിയൻറ്റിനും ശരീരപ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിനും അതുപോലെ പിന്തുണക്കുന്നതിലും പ്രത്യേക റോളുകൾ വഹിക്കുന്നുണ്ട്. ന്യൂട്രിയൻസ് ഇൻ ഫുഡ്, ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ. ഫസ്റ്റ് വൺ, പ്രോട്ടീൻ. പ്രോട്ടീൻസ് ആർ നീഡഡ് ഫോർ ഗ്രോത്ത്, ടിഷ്യൂ റിപ്പയർ ആൻഡ് എൻസൈം ആൻഡ് ഹോർമോൺ പ്രൊഡക്ഷൻ. അതായത് ഫസ്റ്റ് വൺ പ്രോട്ടീനാണ്. ഈ ഒരു പ്രോട്ടീൻ നമ്മുടെ ശരീര വളർച്ചയ്ക്ക് അതുപോലെ ടിഷ്യൂ, കോശങ്ങൾ, കലകൾ എന്നിവയുടെയൊക്കെ റിപ്പയർമെൻറ്റിന്, നമ്മുടെ ബോഡിയിൽ ഉണ്ടായിട്ടുള്ള മുറിവുകളൊക്കെ ഭേദമാക്കുന്നതിന്, ഹോർമോണുകൾ, എൻസൈമുകളൊക്കെ നിർമ്മിക്കുന്നതിനും ഈ ഒരു പ്രോട്ടീൻസ് ആവശ്യമാണ്. There are two categories of proteins. Proteins രണ്ട് വിധമുണ്ട്. അനിമൽ ബേസ്ഡ് പ്രോട്ടീൻ ആൻഡ് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ. അനിമൽ ബേസ്ഡ് പ്രോട്ടീൻ എന്നാൽ ജന്തുജന്യ പ്രോട്ടീൻ, അതായത് അനിമൽസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രോട്ടീൻസിനെയാണ് അനിമൽ ബേസ്ഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? മീറ്റ്, എഗ്സ്, ഫിഷ്, മിൽക്ക്, ചീസ്, കേർഡ്, പനീർ, ഇതൊക്കെ അനിമൽസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രോട്ടീൻസ് ആണ്. നെക്സ്റ്റ് വൺ, പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ, സസ്യജന്യ പ്രോട്ടീൻ. സസ്യജന്യ പ്രോട്ടീനിൽ വരുന്നതാണ് പൾസസ്, ലെഗ്യൂംസ്, ഗ്രെയിൻസ്, സോയാബീൻസ്, പീനട്ട്സ്, കാഷ്യൂനട്ട്സ്. അതായത് സാധാരണ നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന പയർ വർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, പരിപ്പ്, പയർ, കടല എന്നിവയൊക്കെയാണ് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ്. പ്രോട്ടീൻ ഈസ് പെർഫോമിങ് ഫിസിക്കൽ ഫങ്ഷൻസ്. നമ്മുടെ ബോഡിയിലെ പ്രവർത്തനങ്ങൾ പ്രോട്ടീൻ എങ്ങനെയാണ്, പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബിൽഡ് ആൻഡ് റിപ്പയർ ബോഡി സെൽസ്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ ബിൽഡ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഹീൽ വോൺസ്. മുറിവുകൾ ഉണക്കാൻ സഹായിക്കുന്നു. പ്രൊഡ്യൂസ് എൻസൈംസ്, ഹോർമോൺസ് ആൻഡ് ബ്ലഡ് കോമ്പോണൻസ്. എൻസൈമുകളും ഹോർമോണുകളും അതുപോലെ തന്നെ രക്തഘടകങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ് എനർജി. നമുക്ക് ഊർജം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനർജി പ്രൊവൈഡ് ചെയ്യുന്നതും പ്രോട്ടീനാണ്. സെക്കൻഡ് വൺ, കാർബോഹൈഡ്രേറ്റ്സ്. Carbohydrates are made of carbon, hydrogen and oxygen and are the main energy source. അതായത് കാർബോഹൈഡ്രേറ്റ്സ് എന്നുള്ളത് കാർബൺ, ഹൈഡ്രജനും അതുപോലെ ഓക്സിജനും അടങ്ങിയിട്ടുള്ളതാണ്. ഇത് ശരീരത്തിൻ്റെ നമ്മുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സാണ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള സോഴ്സസ് ആണ് റൈസ്, വീറ്റ്, പൊട്ടാറ്റോസ്, ഷുഗർ, ഫ്രൂട്ട്സ്,
കാർബോഹൈഡ്രേറ്റ്സ് ഹെൽപ്പ് അസ് ടു പ്രൊവൈഡ് എനർജി ആൻഡ് ബോഡി ഹീറ്റ്. കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിന് എനർജിയും അതുപോലെ തന്നെ ചൂടും താപവും നൽകുന്നുണ്ട്. കൂടാതെ റെഗുലേറ്റ് ബ്ലഡ് ഷുഗർ ലെവൽസ്, നമ്മുടെ ബ്ലഡിലെ ഷുഗറിൻ്റെ അളവ് നിയന്ത്രിക്കുന്നുണ്ട്. ദെൻ റെഡ്യൂസ് ഹങ്കർ, നമ്മുടെ വിശപ്പ് കുറയ്ക്കുന്നതും ഒരു കാർബോഹൈഡ്രേറ്റ്സ് ആണ്. നെക്സ്റ്റ് ന്യൂട്രിയൻ്റ് ആണ് ഫാറ്റ്സ്. ഫാറ്റ്സ് പ്രൊവൈഡ് കോൺസെൻട്രേറ്റഡ് എനർജി ആൻഡ് ഹെൽപ്പ് ഇൻ വൈറ്റമിൻ അബ്സോർപ്ഷൻ. അതായത് കൊഴുപ്പ്. ഫാറ്റ് എന്താണ്, നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഊർജ്ജം നൽകുകയും ചില വൈറ്റമിൻസിനെ ബോഡിയിൽ അബ്സോർബ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫാറ്റ് അടങ്ങിയിട്ടുള്ള സോഴ്സസുകളാണ് മിൽക്ക്, ബട്ടർ, ഗീ, കോക്കനട്ട് ഓയിൽ, പീനട്ട്സ്, മീറ്റ്, ചോക്ലേറ്റ്. ഇതെല്ലാം ഫാറ്റിൻ്റെ സോഴ്സസ് ആണ്. ഫാറ്റ്സ് ആർ 2 types, സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. ഫാറ്റ് 2 ടൈപ്പ് ഉണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റ് പൂരിത കൊഴുപ്പ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അപൂരിത കൊഴുപ്പ്. സാച്ചുറേറ്റഡ് ഫാറ്റ് ഇൻക്രീസ് ദ കൊളസ്ട്രോൾ കണ്ടൻറ്റ് ഓഫ് ദ ബ്ലഡ്. അതായത് നമ്മുടെ ബ്ലഡിലെ കൊളസ്ട്രോളിൻ്റെ അളവിനെ വർദ്ധിപ്പിക്കുന്ന ഒരു കൊഴുപ്പാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്നത്. ഫോർ എക്സാമ്പിൾ ഗീ, ബട്ടർ, മീറ്റ് ഇവയെല്ലാം സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ സോഴ്സസ് ആണ്. ദെൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഡിറൈവ്ഡ് ഫ്രം പ്ലാന്റ്സ്. നമുക്ക് പ്ലാന്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫാറ്റാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. എക്സാമ്പിൾ ഒലിവ് ഓയിൽ, നട്ട്സ്, അവോക്കാഡോ. ഇതെല്ലാം അൺസാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ സോഴ്സസ് ആണ്. ഫാറ്റ് എങ്ങനെയാണ് നമ്മുടെ ഫിസിക്കൽ ഫങ്ഷൻസിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സപ്ലൈ എനർജി. നമ്മുടെ ബോഡിയുടെ എനർജി സപ്ലൈ ചെയ്യുന്നത് ഫാറ്റാണ്. നെക്സ്റ്റ് വൺ, ഹെൽപ്പ് അബ്സോർബ് വൈറ്റമിൻസ് എ, ഡി, ഇ, കെ. വൈറ്റമിൻസ് ആയിട്ടുള്ള എ, ഡി, ഇ, കെ എന്നിവയെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നതും ഫാറ്റാണ്. നെക്സ്റ്റ് വൺ, മെയിൻറ്റെയിൻ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു താപനില നിലനിർത്തുന്നത് ഫാറ്റാണ്. നെക്സ്റ്റ് വൺ, ആഡ് ഫ്ലേവർ ടു ഫുഡ്. നമ്മുടെ ഭക്ഷണത്തിന് രുചി കൂട്ടുന്നതും ഫാറ്റാണ്. ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമൊക്കെ വളരെ ടേസ്റ്റി ആയിരിക്കും. യൂണിറ്റ് 3 നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഫങ്ഷൻസ് ഓഫ് ഫുഡ്, ന്യൂട്രീഷണൽ സയൻസ്, ന്യൂട്രിയൻസ് ഇൻ ഫുഡ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ക്ലാസ്. താങ്ക് യു.